അതുകൊണ്ട് നമ്മളിന്ന് സൂപ്പർ ഒരു പരിപാടിയുണ്ട്. ഓക്കെ, ഒരു അരക്കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അമൃതപ്പൊടി അരക്കപ്പല്ല, ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലപോലെ വറുത്തെടുക്കണം. നല്ലപോലെ വറുത്തെടുത്തിട്ട് വേണം ബാക്കി പരിപാടിക്ക്. നമുക്കന്നേരത്തേക്ക് ബെല്ലം ഒരുക്കാൻ വേണ്ടി വെക്കാം. കണ്ടോ, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ ലീവ് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല ഒറിജിനൽ വെല്ലം, അവരുടെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയതാണ്. കണ്ടോ, അത്ര കുഞ്ഞതായിട്ട് അവർ കൈവച്ചുരുട്ടി. സൂപ്പർ വെല്ലാണ് കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന കൂട്ടല്ല, ഒറിജിനലാണ്. എന്താണിത്, വീട്ടിലുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് കേട്ടോ. സൂപ്പറാണ്. കഴിച്ച് നോക്കണം. ഇതുണ്ടോ, നല്ല അടിപൊളി വെല്ലം. ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് സംഭവം പൊളിയാണ്. നമ്മളൊരു പാത്രത്തിൽ ഒരു അരപ്പാത്രത്തോളം എടുത്താൽ മതി ബെല്ലോ. നല്ല മധുരമുണ്ട്, നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല കേട്ടോ. നല്ല മധുരമുള്ള വെല്ലമാണത്. എത്ര എടുത്ത് നമുക്കിത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല ഉരുക്കി പെറുക്കി എടുക്കാം കേട്ടോ. അമൃതപ്പൊടിയുള്ളവരെല്ലാം ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സംഭവം വളരെ അടിപൊളിയാണ്. ഇതിനകത്ത് കുറച്ച് നട്ട്സൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ സൂപ്പറാവും കേട്ടോ. മാള് വന്ന് കൊതിച്ചിപ്പാറും വെല്ലം തിന്നാൻ വേണ്ടിയിട്ട്. തിന്നുമെന്ന് തോന്നുന്നില്ല. ഒന്ന് കടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകാൻ. കണ്ടോണോ, മതിയായി. ഓ, ഇപ്പം അവിടെ വെച്ചിട്ട് പോകും. കണ്ടോ, മതിയായി. ഓക്കെ, ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാട്ടോ. ഈ വെല്ലം നല്ല വറുത്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് നേരം നല്ല തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷമാണ് അതൊക്കെ. വേണേൽ കുറച്ച് ഇതൊക്കെ ഇടുക, ഏലക്കായൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്താൽ